ഐഫോൺ മോഡൽ വിപണിയിലെത്തുമ്പോൾ അതിൻ്റെ ഫീച്ചറുകളെക്കുറിച്ചുള്ള ചർച്ചകൾക്കൊപ്പം വിവാദങ്ങളും പതിവാണ്. ആപ്പിളിൻ്റെ ഏറ്റവും പുതിയ ഐഫോൺ 17 സീരീസും അതിൽ നിന്ന് ഒഴിവായിട്ടില്ല. സ്ക്രാച്ച് ഗേറ്റുമായി ബന്ധപ്പെട്ട പരാതികളും പുതിയ വൈഫൈ ചിപ്പുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങളും ഉപയോക്താക്കളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. പ്രീമിയം ഫോണുകളുടെ കാര്യത്തിൽ നിർമ്മാണ നിലവാരത്തിലും ഭംഗിയിലും ഒരല്പം പോറലുണ്ടായാൽ പോലും അത് വലിയ വാർത്താ പ്രാധാന്യം നേടും. ഐഫോൺ 17 പ്രോയുടെ അരങ്ങേറ്റത്തെ പ്രകമ്പനം കൊള്ളിച്ച ഈ വിവാദങ്ങളെക്കുറിച്ചും അതിനോടുള്ള ആപ്പിളിന്റെ പ്രതികരണങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായി പരിശോധിക്കാം. ഐഫോൺ 17 പ്രോ, പ്രോ മാക്സ്, ഐഫോൺ എയർ മോഡലുകളുടെ പുറകുവശത്ത് പ്രത്യേകിച്ച് മാക്സേഫ് ഭാഗത്തിന് ചുറ്റും വളരെ വേഗത്തിൽ പോറലുകൾ ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടുകളോടെയാണ് സ്ക്രാച്ച് ഗേറ്റ് വിവാദം ആരംഭിക്കുന്നത്. ആപ്പിൾ സ്റ്റോറുകളിലും മറ്റ് റീറ്റെയിൽ കേന്ദ്രങ്ങളിലും പ്രദർശനത്തിനായി വെച്ച ഫോണുകളിലാണ് ഈ അടയാളങ്ങൾ ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. ആരോപണങ്ങൾ ശക്തമായപ്പോൾ ആപ്പിൾ തന്നെ ഇതിന് മറുപടിയുമായി രംഗത്തെത്തി. കമ്പനിയുടെ അവകാശവാദം അനുസരിച്ച് ഇത് യഥാർത്ഥത്തിൽ പോറലുകളല്ല, മറിച്ച് സ്റ്റോറുകളിൽ ഐഫോണുകൾ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പഴകിയ മാക്സേഫ് റൈസറുകളിൽ നിന്ന് ഫോണിലേക്ക് പറ്റിപ്പിടിച്ച മെറ്റീരിയൽ മാത്രമാണിത്. ഉദാഹരണത്തിന്, ഒരു പഴയ മേശപ്പുറത്ത് മൊബൈൽ വെക്കുമ്പോൾ മേശയുടെ പെയിന്റോ അഴുക്കോ ഫോണിന്റെ കവറിൽ പറ്റുന്നത് പോലെ. ഈ മെറ്റീരിയൽ ട്രാൻസ്ഫർ വൃത്തിയാക്കുന്നതിലൂടെ എളുപ്പത്തിൽ നീക്കം ചെയ്യാമെന്നും പഴയ ഐഫോൺ 16 മോഡലുകളെയും ഈ പ്രശ്നം ബാധിച്ചിട്ടുണ്ടെന്നും ആപ്പിൾ അറിയിച്ചു. പ്രശ്നം പരിഹരിക്കുന്നതിനായി പഴകിയ മാക്സേഫ് സ്റ്റാൻഡുകൾ മാറ്റി സ്ഥാപിക്കാൻ ആപ്പിൾ സ്റ്റോറുകളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ചില ഡാർക്ക് നിറങ്ങളായ ഡീപ്പ് ബ്ലൂ പോലുള്ള മോഡലുകളിൽ ഈ അടയാളങ്ങൾ എടുത്തു കാണിക്കുന്നുണ്ട്. ഉപയോക്താക്കളിൽ ചിലർക്ക് അവരുടെ ഫോണുകളിലും ചെറിയ പോറലുകൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇത് ഫോൺ ഉപയോഗിക്കുന്ന രീതിയെ ആശ്രയിച്ചിരിക്കും. ഉദാഹരണത്തിന്, താക്കോലുകൾക്കും മറ്റു വസ്തുക്കൾക്കുമൊക്കെ ഇടയിൽ ബാഗിൽ ഇടുന്നത് ഇത്തരം പോറലുകൾക്ക് കാരണമായേക്കാം. ഐഫോൺ 17 പ്രോയുടെ ബോഡി നിർമ്മിക്കാൻ ടൈറ്റാനിയം ഉപേക്ഷിച്ച് എയ്റോസ്പേസ് ഗ്രേഡ് 7000 സീരീസ് അലൂമിനിയം അലോയ് ഉപയോഗിച്ചതാണ് രണ്ടാമത്തെ പ്രധാന വിവാദത്തിന് കാരണം. പ്രശസ്ത യൂട്യൂബറും ഡ്യൂറബിലിറ്റി ടെസ്റ്ററുമായ ജെറി റിഗ് എവറിത്തിങ് തന്റെ ടോർച്ചർ ടെസ്റ്റ് വീഡിയോയിലൂടെ ഈ ആശങ്കകൾക്ക് ആക്കം കൂട്ടി. അദ്ദേഹത്തിന്റെ പരിശോധനയിൽ ഐഫോൺ 17 പ്രോയുടെ ക്യാമറ ബമ്പിന് ചുറ്റുമുള്ള ഉയർത്തിയ അരികുകൾക്ക്, അതായത് ക്യാമറ പ്ലേറ്റോ എഡ്ജുകൾക്ക് പോറലുകൾ എളുപ്പത്തിൽ ഏൽക്കുന്നു എന്ന് കണ്ടെത്തി. പോക്കറ്റിൽ ഇടുന്ന നാണയങ്ങൾ പോലുള്ള സാധാരണ വസ്തുക്കൾ പോലും ഈ ഭാഗത്തെ ആനോഡൈസ്ഡ് കോട്ടിംഗ് ഇളക്കി മാറ്റാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അലുമിനിയം ബോഡിക്ക് നൽകുന്ന നിറമുള്ള കവറിംഗ് ആണ് ആനഡൈസേഷൻ. ഇതിന് ജെറി റിഗ് എവറിത്തിങ് കാരണമായി പറയുന്നത് ആപ്പിൾ ക്യാമറ പ്ലേറ്റോയുടെ അരികുകൾക്ക് ഷാംഫർ അല്ലെങ്കിൽ ഫില്ലറ്റ്, അതായത് മൂർച്ച കുറയ്ക്കുന്ന ചരിഞ്ഞ അരികുകൾ നൽകിയില്ല എന്നതാണ്. ഇത് അലുമിനിയം ആനഡൈസ് ചെയ്യുന്നതിനുള്ള വ്യവസായ നിലവാരമായ ISO US മിലിറ്ററി സ്റ്റാൻഡേർഡുകളെ ലംഘിക്കുന്നു എന്നും മൂർച്ചയുള്ള കോണുകളിൽ കോട്ടിംഗ് കാര്യക്ഷമമായി പിടിച്ചു നിൽക്കില്ല എന്നും അദ്ദേഹം വാദിച്ചു. ഈ വിഷയത്തിലും ആപ്പിൾ പ്രതികരിച്ചു. ഐഫോൺ 17 പ്രോയിലെ ക്യാമറ പ്രോ അരികുകൾക്ക് മറ്റ് ഐഫോണുകളിലും മാക്ബുക്കുകളിലും കാണുന്ന ആനഡൈസ്ഡ് അലുമിനിയം കേസുകളുടെ അരികുകൾക്ക് സമാനമായ സ്വഭാവ സവിശേഷതകളാണ് ഉള്ളതെന്ന് കമ്പനി അവകാശപ്പെട്ടു. ഈ കോട്ടിംഗ് മൈക്രോ ഹാർഡ്നെസ് വ്യവസായ നിലവാരത്തെ കവച്ചു വെക്കുന്നതാണെന്നും എങ്കിലും കാലക്രമേണയുള്ള സാധാരണ ഉപയോഗത്തിൽ ചെറിയ അബ്രേഷനുകൾക്ക് കാരണമായേക്കാമെന്നും ആപ്പിൾ സമ്മതിച്ചു. ടൈറ്റാനിയത്തിൽ നിന്ന് അലുമിനിയത്തിലേക്ക് മാറിയതിന്റെ പ്രധാന കാരണം മെച്ചപ്പെട്ട താപനില നിയന്ത്രണം ഉറപ്പാക്കാനാണ്. ഇത് ഫോൺ ചൂടാകുന്നത് കുറയ്ക്കാനും ബാറ്ററിയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സഹായിക്കും. പുതിയ ഐഫോൺ 17 സീരീസിൽ ആദ്യമായി ആപ്പിളിന്റെ സ്വന്തമായി രൂപകൽപ്പന ചെയ്ത N1 വയർലെസ് ചിപ്പ് അവതരിപ്പിച്ചത് വലിയ നേട്ടമായി കമ്പനി ഉയർത്തിക്കാട്ടിയിരുന്നു. വൈഫൈ 7, ബ്ലൂടൂത്ത് 6 എന്നിവയെല്ലാം പിന്തുണയ്ക്കുന്ന ഈ ചിപ്പ് പവർ എഫിഷ്യൻസി ഉറപ്പാക്കുമെന്നും ആപ്പിൾ അവകാശപ്പെട്ടു. എന്നാൽ ഈ ചിപ്പ് അവതരിപ്പിച്ചതോടെ ചില ഉപയോക്താക്കൾ പുതിയൊരു പ്രശ്നം റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇടയ്ക്കിടെയുള്ള വൈഫൈ വിച്ഛേദിക്കൽ, അതായത് ഇന്റർമിറ്റന്റ് വൈഫൈ ഇഷ്യൂ. ഐഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ വൈഫൈ കണക്ഷൻ ഇടയ്ക്ക് വിച്ഛേദിക്കപ്പെടുകയും വീണ്ടും കണക്റ്റ് ആവുകയും ചെയ്യുന്നതായി ചില ഉപയോക്താക്കൾ റിപ്പോർട്ട് ചെയ്തു. ഇത് കാർപ്ലേ സംവിധാനത്തെയും ബാധിക്കുന്നു, കാരണം കാർപ്ലേ പ്രവർത്തിക്കാൻ വൈഫൈ കണക്ഷൻ ആവശ്യമാണ്. ഐഫോൺ ലോക്ക് ചെയ്യുമ്പോൾ ഡാറ്റ സർവീസുകൾ സെല്ലുലാർ ഡാറ്റയിലേക്ക് മാറുന്നതിലൂടെ ചില ഉപയോക്താക്കൾക്ക് കൂടുതൽ ഡേറ്റ ഉപയോഗമുണ്ടാകുന്നതായും പരാതിയുണ്ട്. ആപ്പിൾ വാച്ച് പെയർ ചെയ്ത് ഉപയോഗിക്കുന്ന ചില ഉപയോക്താക്കൾക്ക് ഈ പ്രശ്നം കൂടുതൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഇതൊരു പൊതുവായ പ്രശ്നമാണോ എന്ന് വ്യക്തമല്ല. ഇതൊരു ഹാർഡ്വെയർ പ്രശ്നമാണോ സോഫ്റ്റ്വെയർ പ്രശ്നമാണോ എന്ന് ഇതുവരെ ആപ്പിൾ സ്ഥിരീകരിച്ചിട്ടുമില്ല. എങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ സാധാരണയായി സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളിലൂടെ പരിഹരിക്കാൻ സാധിക്കാറുണ്ട്. പുതിയ N1 ചിപ്പിൻ്റെ ഡ്രൈവുകളിലോ മറ്റോ കാണാൻ സാധ്യതയുള്ള ബഗ്ഗാണ് ഇതിന് കാരണമെന്നാണ് സാങ്കേതിക വിദഗ്ധരുടെ നിഗമനം.
ഒരു കേസ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ല പ്രതിവിധി. iPhone 17 സീരീസ് പുറത്തിറങ്ങി ഒരാഴ്ച പോലും തികയും മുമ്പാണ് ഈ വിവാദങ്ങളെല്ലാം ഉടലെടുത്തത്. സ്ക്രാച്ച് ഗേറ്റിൻ്റെ കാര്യത്തിൽ റീറ്റെയിൽ സ്റ്റോറുകളിലെ തകരാറുകൾ കാരണമുള്ള മെറ്റീരിയൽ ട്രാൻസ്ഫർ ആകാനാണ് സാധ്യത കൂടുതൽ. ക്യാമറ ബമ്പിൻ്റെ കാര്യത്തിൽ ജെറി റിഗ് എവറിത്തിങ് ചൂണ്ടിക്കാട്ടിയ പ്രശ്നം രൂപകൽപ്പനയുടെ ഒരു ന്യൂനതയായി കണക്കാക്കാം. വൈഫൈ പ്രശ്നം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി പരിഹരിക്കാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കാം. പുതിയ അലുമിനിയം ബോഡി മികച്ച താപനില നിയന്ത്രണവും സുസ്ഥിരമായ പ്രകടനവും നൽകുന്നുണ്ടെങ്കിലും ടൈറ്റാനിയത്തേക്കാൾ പോറലുകൾക്ക് സാധ്യത കൂടുതലാണ്. ദശലക്ഷക്കണക്കിന് ആളുകൾ കൈകാര്യം ചെയ്യുന്ന ഡെമോ യൂണിറ്റുകൾ പൊതുവെയുള്ള ഡ്യൂറബിലിറ്റിയുടെ കൃത്യമായ അളവുകോലായി കണക്കാക്കാനാവില്ല. എങ്കിലും iPhone 17 പ്രോയിൽ നിങ്ങളുടെ വിലയേറിയ നിക്ഷേപം സംരക്ഷിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം മറ്റൊന്നുമല്ല, മികച്ച ഒരു കേസ് വാങ്ങി ഉപയോഗിക്കുക. പുതിയ iPhone മോഡലുകളിൽ കൂടുതൽ കാലം ഉപയോഗിച്ചതിന് ശേഷം കൂടുതൽ ഡ്യൂറബിലിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് കണ്ടറിയാൻ വരും ആഴ്ചകളിലെ റിപ്പോർട്ടുകൾക്കായി കാത്തിരിക്കാം.